ഗായ്സ് എല്ലാവരും കൂടിയ സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ നമ്മൾ പൂച്ചകൾക്ക് ഇപ്പൊ കാല് ഉളുക്കളുണ്ടാവും. എൻ്റെ പൂച്ചക്ക് 2 ദിവസമായിട്ട് നല്ല ഉളുക്കളുണ്ട്. ഞാൻ ഇരിക്കൂല, നേരത്തെ ഒക്കെ നല്ല നിവർത്തിയിരിക്കും. ഇപ്പൊ മട ഇങ്ങനെ ഞൊണ്ടി നടക്കണം. അതിനുള്ള പരിഹാരമായിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ പൂച്ചേനെ ഇവിടെ നല്ല സ്ഥലത്തിരുത്തി മെയിൻ സ്ഥലം പറഞ്ഞാൽ അത് ഡേഞ്ചറായ സ്ഥലമായിക്കല്. ഓക്കെ, പിന്നെ അത് റെഡ് ആയിക്കല് ചേട്ടാ. എന്തേന്ന് അപ്പൊ പൂച്ച മുടി വീണ നല്ലോണം കാണാൻ പറ്റും. റെഡും ആയിക്കല്, ഡാർക്ക് കളറിന് കൺഫേം ആയിക്കും. ഡാർക്ക് ഇത് ഏത് എണ്ണ കാണിച്ചാറ് നോക്ക്. പക്ഷേ ഇത് നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ട് പാലിൻ്റെ ഇതില്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊന്നും അത് തന്നെ ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് പൂച്ചിട്ട് കാല് നല്ല ഇതുപോലെ തടവി പിടിക്കണം. പക്ഷെ ഫസ്റ്റ് പ്രശ്നം നിങ്ങൾക്ക് കണ്ട ഇങ്ങനെ മടക്കണ്. സാധാരണ നിങ്ങൾ സൂയിൽ പോകുമ്പോൾ പുലീനെ കാണും, അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പുലീനെ കാണും. നമുക്ക് പുലി ചില പുലി നോക്കി ഇങ്ങനെ രാജാവിനെ പോലെ കിടക്കും, കാലൊക്കെ നീട്ടി. ഓക്കെ, അപ്പം ചില വീഡിയോയിൽ പുലി എണീറ്റ് നിൽക്കും, പക്ഷെ റിയലായിട്ട് പുലി കാല് നീട്ടിയൊക്കെ കിടക്കും. അപ്പോൾ അതുപോലെയാണ് പുലി പൂച്ച സിംഹമൊക്കെ ഒരേ വർഗമാണെന്നറിയാം. അപ്പോഴാണ് നമുക്കിത് കണ്ടുപിടിച്ചത്. ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നല്ല പൂച്ച വേദനയ്ക്ക് പറയും പതുക്കെ തേച്ചാൽ മാറൂല. ഇത് വേദനിച്ചാൽ കുഞ്ഞാണ്, എന്നാലും ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ നല്ലോണം തേക്കണം. വേദനിക്കണമെങ്കിൽ കുറേ നേരം റെസ്റ്റ് എടുത്ത് ചെയ്യുക കേട്ടാ. ഇങ്ങനെ പൂച്ചകൾക്ക് ആ വേദന നല്ല ഇറുക്കി തടവി നല്ല. എന്നിട്ട് അടുത്തതാണെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് നീട്ടൂലല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ നീട്ടാം. പക്ഷെ നമ്മൾ നല്ല നീട്ടിക്കൂടാ കേട്ടോ, അപ്പോൾ വേദനിക്കും. നമുക്ക് ലേസായിട്ട് നോക്ക് കാണിച്ചാൽ നോക്ക്. ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ അത് നോക്ക്. ചിലർ നോക്ക് ഇടിച്ച് ഇങ്ങനെ ഒഴിക്കും, അതുപോലെ ഒഴിച്ചുകൂടാ. നമ്മൾ പൂച്ച ഓടിപ്പോണ് കാലൊടിച്ച് വലിക്കും, അതുപോലെ ഒഴിച്ചുകൂടാ. അത് ഓടിയെങ്കിൽ അത് ചുമ്മാ ആയിരിക്കില്ല, ആണെന്നറിയാം. അത് ഇങ്ങനെ ചെയ്യണം. എന്നിട്ടിങ്ങനെ പതുക്കെ ഇതുപോലെ ഒരു 5 പ്രാവശ്യം ചെയ്യാൻ മതി ചേട്ടാ. അത് 5 പ്രാവശ്യം. അത് 5 ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ കൂട്ടാം, 10 ആക്കാം. ഇതൊരു ഒരാഴ്ചയൊക്കെ ചെയ്താൽ ഇത് മാറും. ഇങ്ങനെ പക്ഷെ മാറാൻ ചാൻസ് കുറച്ച് കുറവാണ്. എന്തായാലും നമ്മളെ ഇത് ചെയ്തിട്ടില്ല കൂടുതൽ. അതെ, ഒരാ ചെയ്ത് നോക്കി അവരെ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. നല്ല ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അടുത്ത് പിന്നെ കമൻറ്റ് ചിലപ്പോൾ റിപ്ലൈ വരില്ല. അത് എന്തെന്നാ എക്സാം സ്റ്റാർട്ടാവും. കമൻറ്റ് ഇടയ്ക്ക് ഓൺ ആയിരിക്കൂല, അതുകൊണ്ട് ഓൺ ആകുമ്പോൾ നിങ്ങൾ അയച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് നല്ലോണം ഇരിക്കണം. ഇങ്ങനെ നല്ലോണം പതുക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ. അത് പൂച്ചകൾ കുറച്ച് പാടാക്കി, അതുകൊണ്ട് ഇത് ഒരു 3-4 പ്രാവശ്യം മതി. 4 അല്ലെങ്കിൽ 3. അത് പൂച്ചകൾക്ക് നല്ല വേദനിക്കും. അടുത്ത് ഇങ്ങനെ കാര്യം ഇതുപോലെ ഒരു 2 പ്രാവശ്യം മതി. എന്താണ് ഇതും പൂച്ചകൾക്ക് വേദനിക്കുന്നുണ്ടാണ്. ഞാൻ ചെയ്താലിത് മാറും വേദനയൊക്കെ. നിങ്ങൾ ഫസ്റ്റ് ഇത് 1 ആക്കുക, എന്നിട്ട് 2 ആക്കുക, എന്നിട്ട് 3 ആക്കുക, എന്നിട്ട് 4 ആക്കുക, 5 ആക്കുക, 6 ആക്കുക. അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ഇതേപോലെ തന്നെ അടുത്ത കാലിൽ നമ്മൾ നല്ലോണം കയ്യിൽ എണ്ണ ഇല്ലെങ്കിൽ ചെയ്താൽ നമ്മൾ കുറച്ച് എണ്ണ കൊണ്ട് അത് നല്ലോണം ഇതുപോലെ ഏത് കാലാണ് നല്ല ഇത് വേദനയുള്ള അതിൽ കുറച്ച് നിറയെ ചെയ്യേണ്ടി വരും. നോക്ക്, നമ്മളെ പൂച്ച നോക്കി ഇങ്ങനെ കാൽ മടക്കി വെക്കും. സാധാരണ നിങ്ങൾക്ക് പൂച്ച അറിയണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ടാ കണ്ടാ ഇങ്ങനെ. പക്ഷെ നമ്മളെ പൂച്ച നേരത്തേക്ക് ഇങ്ങനെ നല്ല നിവർത്തി അത് തന്നെ പുലിനെ പോലെ. പുലി മറത്തി കയറൂല. പിന്നെ പുലി ഇടയ്ക്ക് വെള്ളം കുടിക്കുന്ന പോലെയും കുടിക്കും. ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റണമെങ്കിൽ ഇടാം. ഓക്കെ, അത് ആ വീഡിയോ കിട്ടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതേ ഇടാം. ഇങ്ങനെ നല്ല അടുത്ത് ഇങ്ങനെ എടുത്ത് ഇതുപോലെ നമ്മൾ ഒരാഴ്ച ചെയ്യുമ്പോൾ നമ്മൾ പൂച്ചേൻ്റെ റിസൾട്ട് അറിയും. ഇനി ഇതോടെ നിർത്തുന്നില്ല. ഇനി പൂച്ച കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പറയണം, നമ്മൾ വീഡിയോ കാണാൻ 95% ആൾക്കാരും സബ്സ്ക്രൈബ് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ ദ ഫൺ വീഡിയോ. പിന്നാണെങ്കിൽ ഞാനും ടാറ്റ പറയണേ.